നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കടലാശ്ശേരി പാലക്കടവ് മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലയുന്ന കർഷകർക്ക് രാസവളങ്ങളുടെ വില വർദ്ധിച്ചത് തിരിച്ചടിയായി. കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്ന് കല്ലൂരിലെ കർഷകർ. കുട്ടനല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ച അപകടം, 2 പേർക്ക് പരിക്ക്. ഓങ്കോത്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊടകരാം മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കടലാശ്ശേരി പാലക്കടവ് മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് മൃതദേഹം കരയ്ക്കെത്തിച്ചു. ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലയുന്ന കർഷകർക്ക് രാസവളങ്ങളുടെ വില വർദ്ധിച്ചത് തിരിച്ചടിയായി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലയുന്ന കർഷകർക്ക് രാസവളങ്ങളുടെ വില വർദ്ധിച്ചത് തിരിച്ചടിയായി. ചിലവിന് ആനുപാതികമായി വരുമാനമില്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്ന് കർഷകർ. 2017 മുതൽ കേന്ദ്ര സർക്കാർ വളം സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാതെ രാസവളം കമ്പനികൾക്കാണ് നൽകുന്നത്. മൊബൈൽ ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ് ഇത് നിയന്ത്രിക്കുന്നത്. കേന്ദ്ര സർക്കാർ സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെ രാസവളങ്ങൾക്ക് വില കുതിച്ചുയർന്നു. ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്നാണ് അളഗപ്പനഗർ കൃഷിഭവന് കീഴിലെ പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ കർഷകർ പറയുന്നത്. അപ്പോൾ നെൽകൃഷിക്കാണെങ്കിൽ ഇപ്പോൾ ഈ കാലാവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടായി. ഒരു വിധത്തിൽ അങ്ങോട്ട് നട്ട് കയറി, അതിൻ്റെ പിന്നാലെ മഴ പെയ്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒരു കണക്കിനാണ്ട് കരട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വളം ചെയ്യുന്ന ടൈമായി. വളം ചെയ്യുന്ന വളത്തിനാണെങ്കിൽ ഭീമമായ ഒരു വില വർധനമാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് വളം ചെയ്യാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായി. കൃഷിക്കാണെങ്കിൽ ഭയങ്കര ചിലവായി. നെൽകൃഷി 1 ഏക്കർ പണിയാണെങ്കിൽ ഏകദേശം 35,000-40,000 ചിലവ് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അധികം പിന്നെ മരുന്നിന് തെളിക്കുന്ന മരുന്നിനാണെങ്കിൽ അതിലേറെ വില കൂടുതലും വന്നു. വളത്തിനും എല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമാണ്. പൊട്ടാഷിന് ചാക്കിന് 250 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 1550 നിന്ന് 1800 രൂപയാക്കി. പൊട്ടാഷും നൈട്രജനും ഫോസ്ഫറസും ചേർന്ന കൂട്ടുവളങ്ങൾക്കും വില കൂടി. വിപണിയിൽ ഏറ്റവും ചിലവുള്ള ഫാക്ടം ഫോസിന് 1400 നിന്ന് 1425 അടുത്തിടെയാണ് ഇതിന് 1300 നിന്ന് 1400 ആക്കിയത്. യൂറിയയുടെ വില 266 രൂപ 50 പൈസയിൽ തുടരുകയാണെങ്കിലും ആവശ്യത്തിന് കിട്ടാനില്ല. 1 ഹെക്ടർ വയലിലെ നെല്ലിന് ഫാക്ടം ഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നിവ 3 തവണയായി ഇടുന്നതിന് 2 വിളയ്ക്കുമായി വർഷം ഏക്കറിന് 5000 രൂപ അധികം ചെലവ് വരും. 1 തെങ്ങിന് വർഷം 3 മുതൽ 5 കിലോഗ്രാം വരെ രാസവളം വേണ്ടിവരും. 1 ഏക്കറിൽ 75 തെങ്ങിന് വളമിടാൻ 22,000 രൂപയാകും. ചെറുകിട കർഷകർ മുതൽ വലിയ തോട്ടം ഉടമകളെ വരെ വിലവർധന ബാധിച്ചു. ചെലവിന് ആനുപാതികമായി വരുമാനമില്ലാത്തതിനാൽ റബ്ബർ അടക്കമുള്ള കൃഷിക്ക് വളം ഇടുന്ന കർഷകരുടെ എണ്ണത്തിലും കുറവുണ്ട്. എങ്കിലും വാഴ, കപ്പ, പച്ചക്കറി, നെല്ല് തുടങ്ങിയ കൃഷികൾക്ക് കൃത്യമായി വളം ഇടാതിരിക്കാനും കഴിയില്ല. എൻ്റെ പേര് ഉമ്മർ എന്നാണ്. ഞാൻ പച്ചടിപ്പുറം പൂക്കോട് പാടശേഖര സമിതിയിൽ കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. ഇവിടുത്തെ വിഷയം ഇപ്പോൾ എന്ന് വെച്ചാൽ വളം ഇടേണ്ട സമയമായിട്ടും വളത്തിന് ലഭിക്കുന്നില്ല. സമയത്തിൻ്റെ ആവശ്യാനുസരണം വളം ലഭിക്കുന്നില്ല. ഉള്ള വളത്തിനാണെങ്കിൽ വില 300-400 രൂപ വെച്ച് ചാക്കിന് വർദ്ധിച്ചിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
ഭീമമായ ചെലവ് ചെയ്തിട്ടാണ് കൃഷി ഒരു കണക്കിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വളത്തിൻ്റെ വിലവർധനവും കൂടി ആകുമ്പോൾ കർഷകനത് ചെലവ് ഭാരം കൂടുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ ഈ പ്രാവശ്യം മഴയുടെ സമയബന്ധിതമായിട്ടുള്ള മഴയല്ല ലഭിച്ചിരിക്കുന്നത്. അധികമായി മഴ ലഭിച്ച എല്ലാം കഴിഞ്ഞ് ഒരു കണക്കിന് നെല്ല് മഴയുടെ ശല്യം വെള്ളശല്യം കടന്ന് കയറി വരുമ്പോഴാണ് വളരേണ്ട സമയത്താണ് ഈ പ്രതിഭാസം വന്നിട്ടുള്ളത്. ഈ എല്ലാ കാലത്തും വളത്തിന് ഈ സമയമാകുമ്പോൾ ഒരു ലഭ്യത കുറവുണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ലഭ്യത ഇല്ലാതെ തന്നെയില്ല. ഉള്ള വളത്തിന് 350-400 രൂപയാണ് ഒരു ചാക്കിന് വില വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ വർദ്ധിച്ചാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങി ഇടാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കാരണം ഉള്ള ചെലവ് കൂടെ വീണ്ടും വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെലവ് ചെയ്ത പൈസ പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം കർഷകൻ്റെ ഈ ബുദ്ധിമുട്ടിന് അപ്രതീക്ഷിതമായി മഴ നേരത്തെ എത്തിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൃഷി പ്രതിസന്ധിയിലായിരിക്കെയാണ് രാസവളത്തിന്റെ വിലക്കയറ്റം കർഷകർക്ക് ഇരുട്ടടിയായത്. ഇതോടൊപ്പം കൂലിയും അനുബന്ധ ചിലവുകളും വർദ്ധിക്കുമ്പോൾ ഓണവിപണിയിൽ പച്ചക്കറി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമെന്നും കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇരുട്ടടിയായി മാറുകയാണ് രാസവളങ്ങളുടെ വിലവർദ്ധനവ്. കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡി വെട്ടിക്കുറച്ചതോടെയാണ് വിലക്കയറ്റം രൂക്ഷമായത്. ചെലവിനാനുപാതികമായി വരുമാനം ഇല്ലാതായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത കുട്ടനല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പിന്നിൽ ടിപ്പർ ലോറിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് വള്ളിയൂർ സ്വദേശിയായ 28 വയസ്സുള്ള സുധീർ, ടിപ്പർ ലോറിയുടെ ഡ്രൈവർ റിവിൻ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിനി ലോറിയുടെ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. ടിപ്പറിന്റെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ തൃശൂർ അഗ്നിരക്ഷാസേനയെത്തി 1 മണിക്കൂറോളം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പിന്നിലാണ് ടിപ്പർ ഇടിച്ചത്. നെല്ലായി പോങ്കോത്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചുകയറി അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ പോങ്കോത്ര റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ആനന്ദപുരത്ത് നിന്നും നെല്ലായിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം തെറ്റി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചത്. 2 യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കാർ ഇലക്ട്രിക് പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. അടുത്തതായി കാണാം ബിസിനസ് ന്യൂസ്. വെള്ളിക്കുളങ്ങരയിൽ പുതിയൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് കളിപ്പറമ്പിൽ സ്റ്റോഴ്സ് മാർജിൻ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര സെന്ററിൽ ആരംഭിച്ച കളിപ്പറമ്പിൽ സ്റ്റോഴ്സിന്റെ ഉദ്ഘാടനം വെള്ളിക്കുളങ്ങര ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് നൌഫൽ ബാഗുവി നിർവഹിച്ചു.
KB മുജീബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. നിത്യോപയോഗ സാധനങ്ങൾ, പലചരക്ക്, ബേക്കറി, കോൾഡ് സ്റ്റോറേജ്, കാലിത്തീറ്റ, സ്റ്റേഷനറി തുടങ്ങി എല്ലാ ഐറ്റംസും കളിപ്പറമ്പിൽ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ സന്ദർശിക്കുക. കളിപ്പറമ്പിൽ സ്റ്റോഴ്സ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ്, വെള്ളിക്കുളങ്ങര. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9447647194. മറ്റൊരു ഫോൺ നമ്പർ 8330851194. വലിയൊരു സ്ഥാപനം പടച്ചവന്റെ ഫضل കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അദ്ദേഹത്തോട് കൂടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്ഥാപനം ഒരുപാട് വിജയത്തിലെത്തിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇതിന്റെ ഉപകാരം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ അല്ലാഹു മാറ്റുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റു വാർത്തകളിലേക്ക്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. ക്യാമ്പിന് ഡോക്ടർ ജൂബി ജോയൽ, MN, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം 16-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TO പൗലോസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര, മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, M ശ്രീകുമാർ, TD വാസുദേവൻ, PK പ്രസാദ്, യോഹന്നാൻ, റീന ഫ്രാൻസിസ്, ഷീബ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്നിപ്പോൾ ഇവിടെ മഴ പെയ്ത് നേരമായതുകൊണ്ട് കുറച്ചുകൂടി നേരമായി. സുധൻ എന്നെ ഇവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കല്ലൂർ ബാബു പെട്രോൾ പമ്പിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ ഒരു 10-15 ആൾ വേറെയും വിളിച്ചു. അപ്പം നിങ്ങളെല്ലാവരും കറക്റ്റ് സമയത്ത് എത്തി. ഇത്രയും നല്ലൊരു യോഗം, ഇത്രയും നല്ലൊരു കുടുംബ സംഗമം സംഘടിപ്പിച്ച നിങ്ങളെ ആദ്യമായി ഇതിൻ്റെ വാർഡ് പ്രസിഡന്റ്, സെക്രട്ടറി തൊട്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ച ഏറ്റവും പ്രഗത്ഭരായ കോൺഗ്രസിൻ്റെ നേതാക്കളെ ആദ്യമായി കൈകൂപ്പി ഞാൻ അഭിനന്ദിക്കാം. പ്രസിഡന്റ് പറഞ്ഞ പോലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മെറിറ്റ് ഡേ 2025 എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ TK പൽപ്പനാഭൻ, ബിജി ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഭാവിയുടെ പ്രതീക്ഷകൾ എന്നുള്ള നിലയ്ക്ക് തിളങ്ങി വരുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു പതിവ് കേരളത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഠിക്കുന്ന കുട്ടികളോടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം. അത് പണ്ട് മുതലേ കേരളത്തിനുണ്ട്. കുറേ കാലങ്ങളായിട്ട്, 100 കൊല്ലമായിട്ടെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ല. ഏത് കാലഘട്ടത്തിലും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത രക്ഷകർത്താക്കളും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദുരന്തങ്ങളുണ്ട് അല്ലേ? കേരളം കണ്ടത് കോവിഡ് കേരളം മാത്രമല്ല കണ്ടത്, ലോകം മുഴുവൻ കണ്ടതാണ്. പ്രളയം കേരളം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഈ സമയത്തൊക്കെ നമ്മളുടെ വീടുകളിൽ വന്ന് നമ്മളെ രക്ഷിക്കാനും അതുപോലെ നമ്മളെ സഹായിക്കാനും ഒക്കെ ഓടി വന്നവർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? നമ്മളിങ്ങനെ നനഞ്ഞു കുതിർന്ന് സ്കൂളുകളുടെ കോമ്പൗണ്ടുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ വന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ വായിക്കാം പദ്ധതിയിലേക്ക് 1000 പുസ്തകങ്ങൾ ശേഖരിച്ചു നൽകി പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് നാഷണൽ സർവീസ് സ്കീം.
പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റർമാരായ ഡോക്ടർ ട്രീസ പീറ്റർ, ഡോക്ടർ അലൻ ലൂക്കോസ് എന്നിവരിൽ നിന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലയിലെ അങ്കണവാടികളെ കേന്ദ്രീകരിച്ച് 3G അങ്കണവാടി എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജില്ലാ ഭരണകൂടം വായിക്കാം പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. കാട്ടൂരിൽ ഊട്ടിനെത്തിച്ച ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. കാട്ടൂർ SNDP അമേയകുമാരേശ്വര ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിയ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. ആനയുടെ മുൻകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നില്ല. 1/2 കിലോമീറ്ററോളം ഓടിയ ആനയെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളയ്ക്കുകയായിരുന്നു. ആനയെ കണ്ട് ജനം പരിഭ്രാന്തരായെങ്കിലും ആർക്കും പരിക്കില്ല. ആന ഓടിയതുമൂലം പ്രദേശത്തെ ഒരു മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ധന്വന്തരി പൂജയും മുക്കുടി നിവേദ്യം വിതരണവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അമ്പഴപ്പിള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ, നടുവം ഹരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ധന്വന്തരി പൂജകൾക്കു ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ 7 ദിവസം ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടാകും. ആഗസ്റ്റ് 3-നാണ് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ മരത്തമ്പള്ളി തണൽ വയോജന സംഘടനയുടെ നേതൃത്വത്തിൽ കർക്കടക ഔഷധക്കഞ്ഞി വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ലാസർ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീജി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളെ പരിശോധിച്ച് മരുന്നുകൾ വിതരണം ചെയ്തു. സെക്രട്ടറി നാരായണൻ, ട്രഷറർ പ്രഭാകരൻ വൈലോപ്പിള്ളി, വിജി, ജോസ് കോച്ചക്കാടൻ, അഗസ്റ്റിൻ പത്യാല, വിൻസെന്റ് കണ്ണായി, ജീന ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. മറ്റത്തൂർ പഞ്ചായത്തിലെ നാടിപ്പാറ വാർഡ് കാരുണ്യ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ കർക്കടക ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുരേന്ദ്രഗോപാൽ ചിന്നങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, ക്ലബ്ബ് സെക്രട്ടറി പ്രഭാകരൻ കൂനമാക്കൽ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വയോജന ക്ലബ്ബ് സെക്രട്ടറി AK രാജൻ, പിറവി വായനശാല പ്രസിഡന്റ് VS സുബീഷ്, AK ശങ്കരൻ, P ശിഖാമണി, CO തങ്കമണി, PK കൃഷ്ണൻകുട്ടി, സുഭദ്ര കൈമാപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ കനകമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കർക്കടക ഔഷധക്കഞ്ഞി വിതരണം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തണൽ സംഘടനാ പ്രസിഡന്റ് തോമസ് പുല്ലോക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം സജിനി സന്തോഷ്, KS ചാത്തുണ്ണി എന്നിവർ പ്രസംഗിച്ചു. 2 വർഷം നമ്മൾ പ്രാധാന്യം കൊടുത്തത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ്. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും പ്ലാനും പദ്ധതിയും ഒക്കെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പരിമിതികൾ സർക്കാരിനും ഉണ്ടായിരുന്നു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഫണ്ടുകൾ ലഭ്യമായിട്ടുള്ളത്. ആ ലഭ്യമായ ഫണ്ടുകൾ 19 വാർഡിലേക്കും ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യാനായിട്ട് ഭരണസമിതി നിഷ്പക്ഷമായി. കല്ലൂർ VLP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രധാനാധ്യാപിക ഷാൻറ്റി സെബാസ്റ്റ്യൻ, OSA പ്രസിഡന്റ് രാഘവൻ മുളങ്ങാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗം അനു പനങ്കൂടൻ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അവരുടെ രീതിക്ക് നമുക്ക് നിർദ്ദേശങ്ങളും ആലോചനകളും എഴുതി വയ്ക്കാൻ നമ്മളോട് വരുന്ന നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് നല്ലൊരു സംഘാടന സമിതി എടുത്തുകൊണ്ട് CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടിച്ചാലിൽ സംയോജിത കൃഷി ഇറക്കി. CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി CV രവി അധ്യക്ഷത വഹിച്ചു. സംയോജിത കൃഷി കൺവീനർ PS പ്രശാന്ത്, ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ലോക്കൽ കമ്മിറ്റി അംഗം PK കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് KC ഡിസ്റ്റിലറി തൊഴിലാളികളുടെ കുടുംബസംഗമം നടത്തി. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. BMS പുതുക്കാട് മേഖലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണി പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണി പുതിയടത്ത്, സരിത സുധീർ, KN ഷീല എന്നിവർ പ്രസംഗിച്ചു. BMS അളഗപ്പ ജനറൽ മസ്ദൂർ സംഘത്തിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. ഉണ്ണി പുതിയടത്ത്, മനോജൻ, സിജിൽ, ബിജു എന്നിവർ പ്രസംഗിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ലോകവ്യാപകമായി നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത പരിപാടിയുടെ ഭാഗമായി പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹങ്കർ പ്രോജക്ടിന്റെ തുടക്കം കുറിച്ചു.
ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, സിസ്റ്റർ ആംബ്രസിയ, ക്ലബ്ബ് കോർഡിനേറ്റർ KO വർഗീസ്, ബോർഡ് അംഗം KL തോമസ്, ജെയിംസ് വടക്കേത്തല, ഷാജു കൊട്ടേക്കാട്ടുകാരൻ എന്നിവർ പ്രസംഗിച്ചു. കനകമലയിലെ സാൻചോ ഭവൻ അംഗങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ പ്രഭാത ഭക്ഷണം 1 വർഷക്കാലം നൽകിക്കൊണ്ടുള്ള പരിപാടിയാണ് പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. കാരുണ്യം അർഹിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കുന്ന പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് ഇതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വധശ്രമക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ 42 വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. മതിലകം പോലീസ് സ്റ്റേഷനിലെ 2016 വധശ്രമ കേസിൽ ഒളിവിലായതിനെ തുടർന്ന് പിടികിട്ടാപ്പുള്ളി വാറണ്ട് പ്രഖ്യാപിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SI അശ്വൻ റോയ്, CPOമാരായ സബീഷ്, ദിനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒറ്റപ്പിലാവ് വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ നിർമ്മലയുടെ കാലിൽ ബസിന്റെ ചക്രം കയറിയിറങ്ങുന്നത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. ബസ്സിൽ നിന്ന് ഇറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്ത് വീണ ഇവരുടെ കാലിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കാലിന് സാരമായ പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഈ കർക്കടക മാസത്തിൽ കർക്കടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കിടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഈ കർക്കിടക മാസത്തിൽ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ഓരോരുത്തരുടെയും ശാരീരിക മാനസിക പ്രകൃതി, തൊഴിൽ, ജീവിതശൈലി എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് കർക്കിടക ചികിത്സ നടത്തുന്നത്. മഴക്കാലത്തെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറയുന്ന കാലമായിട്ടാണ് ആയുർവേദം വിലയിരുത്തുന്നത്. അണുബാധകളെ ചെറുക്കുന്നത് സാധാരണ നിർദ്ദേശിക്കപ്പെടാറുള്ള എല്ലാ പ്രതിരോധ മാർഗങ്ങളും പ്രാധാന്യം ഉള്ളവ തന്നെയാണ്. അതോടൊപ്പം ആന്തരികമായ ബലവർദ്ധനവിനു കൂടി ആയുർവേദം പ്രാധാന്യം നൽകുന്നുണ്ട്. മരുന്നുകഞ്ഞി, ഔഷധ പ്രയോഗങ്ങൾ, ശോധന ചികിത്സ, വ്യായാമം, ആഹാര നിയന്ത്രണം എന്നിവയാണ് ആയുർവേദം ആന്തരിക ബലത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ചര്യകളായി പറയുന്നത്. കർക്കിടകത്തിലെ മരുന്നുകഞ്ഞിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ജീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ഉലുവ എന്നിവയാണ് മരുന്നുകഞ്ഞിയുടെ പ്രധാന ചേരുവകൾ. ദഹനത്തിന് ഇത് മികച്ചതാണ്. കർക്കിടക മാസത്തിൽ പകലുറക്കം ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്. മാത്രമല്ല, വ്യായാമം മഴക്കാലത്ത് ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങിയിട്ടുള്ള നടത്തവും ഓട്ടവും സാധിക്കില്ലെങ്കിലും വീടിനകത്തുള്ള ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ദഹിക്കുന്നതും കലോറി കുറഞ്ഞതുമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഈ കാലയളവിൽ മികച്ചത്. സൂപ്പുകൾ പൊതുവെ നല്ലതാണ്. മാംസങ്ങൾ കൊണ്ടുള്ള സൂപ്പ് മാത്രമല്ല, ചെറുപയർ പോലുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള സൂപ്പുകളും ഈ കാലത്ത് നല്ലതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുന്നതാണ് ഈ കാലയളവിൽ നല്ലത്. ചുക്ക്, കുരുമുളക് എന്നിവയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതും ആരോഗ്യകരമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ LPSTയിലെ ഒരു ഒഴിവിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ചൊവ്വാഴ്ച രാവിലെ 10:30 വിദ്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. KKTM സർക്കാർ കോളേജിൽ കെമിസ്ട്രി, ബോട്ടണി വിഷയങ്ങളിൽ താൽക്കാലിക അതിഥി അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. ജൂലൈ 30 ബുധനാഴ്ച രാവിലെ 10:30 കെമിസ്ട്രി, ജൂലൈ 31 വ്യാഴാഴ്ച രാവിലെ 10:30 ബോട്ടണി എന്നിങ്ങനെയാണ് കൂടിക്കാഴ്ച നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 048028022213, മൊബൈൽ 9400859413. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,130 രൂപയും പവന് 73,040 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് കുളങ്ങര പുളിക്കൽ ജോയ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. ലീലയാണ് ഭാര്യ. മേരിയമ്മ, ജിജോ എന്നിവർ മക്കളും ആന്റണി വെള്ളറ, ലിറ്റി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പച്ചളിപ്പുറം വലിയ വീട്ടിൽ ദിവാകരൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുലോചനയാണ് ഭാര്യ. സുധീഷ് മകനും നിമിഷ മരുമകളുമാണ്. മണ്ണമ്പേട്ട ആളൂക്കാരൻ ബാബു ഭാര്യ ബിൻസി അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഡെറിക്, ഡെൻവിൽ എന്നിവർ മക്കളും അക്യൂന മരുമകളുമാണ്. വരന്തരപ്പള്ളി നേതാജി നഗർ ചെമ്മണ്ടപ്പറമ്പിൽ രാമകൃഷ്ണൻ ഭാര്യ പാറുക്കുട്ടി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 സ്വവസതിയിൽ. മോഹനൻ, സുനിത എന്നിവർ മക്കളും ഗീത, ശശി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടലാശ്ശേരി പാലക്കടവ് മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലയുന്ന കർഷകർക്ക് രാസവളങ്ങളുടെ വില വർദ്ധിച്ചത് തിരിച്ചടിയായി. കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്ന് കല്ലൂരിലെ കർഷകർ. കുട്ടനല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ച അപകടം, 2 പേർക്ക് പരിക്ക്. ഓങ്കോത്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.